ഇന്നത്തെ വീഡിയോ ഒരു ട്യൂട്ടോറിയലാണ്. ബണ്ണി ഡോളോ അമിഗുറുമി ഡോളോ അങ്ങനെ എന്തുണ്ടാക്കുമ്പോഴും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് സ്റ്റഫിംഗ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ആദ്യം ഉണ്ടാക്കി വെച്ച ബണ്ണി ഡോളിൻ്റെ ബോഡി പാർട്ട്, ഹെഡ് പാർട്ട്, പിന്നെ 2 ഹാൻഡ്സും പിന്നെ 2 ഇയേഴ്സുമാണ് ഇവിടെ നമ്മൾ ഓൾറെഡി റെഡിയാക്കിയിട്ടുള്ളത്. ആൻഡ് ഇത് നമുക്ക് കുറച്ചും കൂടി ഫ്ലഫി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റഫിംഗ് എന്ന ഒരു പ്രൊസീജിയർ ഇവിടെ നടത്തുന്നത്. ഇവിടെ നമ്മൾ സ്റ്റഫിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് പോളി ഫൈബറാണ്. ഇത് ഈസിലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആമസോണോ മീഷോ അതുപോലുള്ള ഏതെങ്കിലും ഒരു ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി അഫോർഡബിൾ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ ഇത് പ്രോപ്പറായിട്ട് സ്റ്റഫിങ് ചെയ്താൽ മാത്രമേ നമ്മളെ ഡോള് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നിൽക്കൂ. ഇനി സ്റ്റഫിങ് ചെയ്യാൻ വേറൊരു ടൂളിൻ്റെയോ അങ്ങനെയൊന്നും ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹൂക്ക് തന്നെയാണ്. ഇവിടെ സ്റ്റഫിങ്ങിന് ചെറിയൊരു കുറച്ച് ലെങ്ത് ഉണ്ട് ഡോള്. അപ്പം നമ്മൾ ഹൂക്കിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് പ്രോപ്പറായിട്ട് നല്ല വൃത്തിക്ക് നടന്നാൽ മാത്രമേ നമ്മൾ ബണ്ണി ഡോളിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇത് നല്ല രീതിക്ക് ഫില്ലാക്കി കൊടുക്കുക. ബോഡി പാർട്ടിൽ കുറച്ച് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് ഫോൾഡ് ചെയ്തിട്ടാണ് എല്ലാ സ്റ്റഫിങ് ഒക്കെ നടത്തുന്നത്. ആൻഡ് ഇയേഴ്സിൽ നമ്മൾ സ്റ്റഫിങ് ചെയ്യേണ്ടതില്ല. ആൻഡ് ഹാൻഡ്സിൽ ലൈറ്റായിട്ട് മാത്രം സ്റ്റഫിങ് ചെയ്താൽ മതി. ഹെഡ് പാർട്ടിലും നല്ല രീതിക്ക് തന്നെ സ്റ്റഫിങ് ചെയ്യണം. പിന്നെ സ്റ്റഫിങ് ഭയങ്കര കൂടുതലും ആവാൻ പറ്റില്ല, ഭയങ്കര കുറവും ആവാൻ പറ്റില്ല. അഥവാ കൂടുതൽ നിങ്ങൾക്ക് ഭയങ്കര ബൾക്കി ആയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈനോട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പം കറക്റ്റ് പ്രോപ്പറായിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തും. അഥവാ ഓവറായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് മേലത്തെ ഗ്യാപ്പിലേക്ക് കൂടി ഇത് പുറത്തേക്കും വരും. ആൻഡ് ബോഡി പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ബാക്കിയെല്ലാ പോർഷൻസ് ചെയ്തെടുക്കുക. ഹാൻഡ്സിലും പിന്നെ അതുപോലെ ഇയേഴ്സിൽ ചെയ്യേണ്ടതില്ല. ഹാൻഡ്സിൽ നിങ്ങൾക്ക് സ്ലൈറ്റായിട്ട് മാത്രം ചെയ്താൽ മതി. ആഫ്റ്റർ സ്റ്റഫിംഗ് ആണ് ഇവിടെ എല്ലാ പാർട്ടും കാണിക്കുന്നത്. ആൻഡ് ഫേസ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. ആൻഡ് കൈ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ലൈറ്റായിട്ട് മാത്രമേ സ്റ്റഫ് ചെയ്യേണ്ടതെന്ന്. അതുപോലെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇയേഴ്സിന് സ്റ്റഫിങ്ങേ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ എല്ലാ ബോഡി പാർട്സും ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇത് നമ്മൾ ക്യൂട്ട് ഫ്രോക്കും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. ആൻഡ് ഇത് ജോയിൻ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം.